CUET PG 2026 കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് CUET PG അപ്ലൈ ചെയ്യുന്നത് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ exams.nta.nic.in/CUET-PG എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ അടിക്കുമ്പോൾ നമ്മളൊരു പേജിലേക്ക് കയറി വരും. അതിൽ രജിസ്ട്രേഷൻ ഫോർ CUET PG 2026 ഈസ് ലൈവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് കയറി പോകും. CUET PG 2026 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് കയറും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ CUET PG അപ്ലിക്കേഷൻ അതിന്റെ ഫേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദി അബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ എന്നിവിടെ നമ്മൾ ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. പിന്നെ വരുന്ന സെക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് വരുന്ന തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അതിന്റെ കാര്യങ്ങളെ ഡീറ്റെയിൽ ആയി നോക്കാം. നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാണാൻ പറ്റും. അത് CUET PG 2026 ഒഫീഷ്യൽ ബ്രോഷറാണ്. ആ ബ്രോഷർ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ നമ്മളുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് മാക്സിമം 4 പേപ്പർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ജനറൽ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് അപ് ടു 2 പേപ്പേഴ്സ് 2 പേപ്പർ വരെ ഒരാൾക്ക് 1400 രൂപയാണ് വരിക ജനറൽ കാറ്റഗറീസിന്. അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും 700 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുക. പിന്നെ വരുന്നത് ജനറൽ EWS കാറ്റഗറീസ് ആണ്, OBC NCL കാറ്റഗറീസ് ആണ്. അവർക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും 600 രൂപ വെച്ചായിരിക്കും ചാർജ് ചെയ്യുക. പിന്നെ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ തന്നെ തേർഡ് ജെൻഡേഴ്സിനാണ്. അവരുടെ അപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് 1100 രൂപയാണ്. അവർക്കും അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പേഴ്സിനും 600 രൂപ വെച്ചായിരിക്കും ചാർജ് ചെയ്യുക. പിന്നെ വരുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, PWD, PWBD കാറ്റഗറീസ് ആണ്. ഇവർക്ക് വരുന്നത് ഓരോ പേപ്പർ അപ് ടു 2 പേപ്പേഴ്സിന് 1000 രൂപയാണ് വരിക. അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും 600 രൂപയാണ് വരിക. പിന്നെ വരുന്നത് ഔട്ട്സൈഡ് ഭാരത് ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ് ടു 2 പേപ്പേഴ്സ് 7000 രൂപയാണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും 3500 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. നമുക്കിതിന്റെ 3 സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഈ 3 സ്റ്റെപ്സിൽ ആദ്യത്തെ ഇതിൽ ഉണ്ടാവുക വെച്ചാൽ ബേസിക് ആയ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പേരൻസ് ഡീറ്റെയിൽസ്, നമ്മുടെ പേര് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ഇമെയിൽ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. ശേഷം നമുക്ക് അതിലൂടെ ഒരു ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ശേഷം പിന്നെ വരുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമുക്ക് ആ ഒരു കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ച ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളതിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഏതൊക്കെ പേപ്പേഴ്സാണ് കൊടുക്കുന്നത്, എക്സാം സെൻറ്റേഴ്സ് ഏതാണ്, ബാക്കിയുള്ള നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ്, റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ബാക്കി കാര്യങ്ങൾ അതിലൊക്കെ നമ്മൾ കറക്റ്റായി ശ്രദ്ധിക്കണം. അതിൽ നമ്മളെ ഫോട്ടോ 80% നമ്മളെ ഫേസ് കാണുന്നതായിരിക്കണം, മാസ്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ചെവിയൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB to 200 KB ആണ്. അതിൻ്റെ ഉള്ളിലായിരിക്കണം അതിൻ്റെ സൈസ്. JPG ഫോർമാറ്റിലായിരിക്കണം, നിർബന്ധമാണ്. പിന്നെ വരുന്നത് നമ്മളുടെ സൈനാണ്. സൈന് വരുന്നത് 10 KB to 50 KB സൈൻ ഉണ്ടാവേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതും JPG ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ വരുന്നത് നമ്മുടെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ UDID കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ 50 KB to 300 KB ഉള്ളിൽ PDF ആയിട്ടോ അല്ലാതെ PDF ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് ഇതിൻ്റെ തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേജ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഫീ പേയ്മെൻറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ UPI, അതുപോലെ തന്നെ ATM മറ്റ് സൗകര്യങ്ങൾ വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അഥവാ നമ്മൾ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ പാസ്വേഡ്, നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഈ ഒരു ത്രൂ ഔട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഭയങ്കര കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ 8 to 13 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം ആ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ കേസ് ആൽഫബറ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ ലോവർ കേസ് ആൽഫബറ്റ് ഉണ്ടാവണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവണം, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവണം എന്നൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അങ്ങനെ പാസ്വേഡ് റീസെർച്ച് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണം നിങ്ങൾക്ക് ഒരു
ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് റീസെറ്റ് പാസ്വേഡിലേക്കുള്ള ലിങ്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് അങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് SMS പോകുന്ന രീതിയിലും പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. അതിലും അവസാനമായിട്ട് ഇതിലുള്ളത് 7th സ്റ്റെപ്പ്. ഇത് അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലാസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോം ഫില്ലായി വരും. ഒരു അപ്ലിക്കേഷൻ ഫോം കൺഫർമേഷൻ പേജ് വരും. ഈ ഒരു കൺഫർമേഷൻ പേജ് നിങ്ങൾ എന്തായാലും പ്രിൻ്റ് എടുത്ത് വെക്കണം. അത് നിർബന്ധമാണ്. നിങ്ങളുടെ CUET നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അപ്പോൾ അതും കൂടി നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ശേഷം ഇതിൽ ഇവിടെ ഐ ഹാവ് ഡൗൺലോഡഡ് ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ബാക്കി എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ കാൻഡിഡേറ്റ്സ് നെയിം. ഇപ്പോൾ ഞാനാണ് CUET PG അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, എൻ്റെ അച്ഛൻ്റെ പേര്, മദേഴ്സ് നെയിം, അമ്മയുടെ പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്, ഡേറ്റ്, അതുപോലെ തന്നെ മന്ത് ഏതാണ്, ഇയർ ഏതാണുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. നോക്കിയിട്ട് അതിനുശേഷം ജെൻഡർ ഏതാണ്, മെയിൽ, ഫീമെയിൽ ഓർ തേർഡ് ജെൻഡർ ഏതാണ്, അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, പിന്നെ ജെൻഡർ കാര്യങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ കൊടുക്കുമ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ്, അതിൽ പ്രിമൈസസ് നമ്പർ, നെയിം ഉണ്ട്, അവിടെ നമ്മുടെ ഫ്ലാറ്റ് നമ്പർ അല്ലെങ്കിൽ ഹോം, നമ്മളെ വീട്ടുപേര് അല്ലെങ്കിൽ വീട്ടു നമ്പർ കാര്യങ്ങൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ സബ് ലൊക്കാലിറ്റി, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ലൊക്കാലിറ്റി, നിങ്ങൾ ഏതാണ് സ്ഥലം, ആ കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ കൺട്രി ഏതാണ്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ അത്. പിന്നെ സ്റ്റേറ്റ് ഏതാണ്, ഇപ്പോൾ കേരള ആണെങ്കിൽ കേരള കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പിൻകോഡ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം വെച്ചാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആണ്. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ഈ ഒരു CUET PG അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത്. ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കായിട്ടൊക്കെ യൂസ് ചെയ്യുക ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ID ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായി തന്നെ കൊടുക്കുക, മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കൊടുക്കുക. കാരണം ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പിന്നീട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നേരത്തെ കൊടുത്ത അഡ്രസ്സിന് സെയിം ആണോ, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ വരുന്നത് പാസ്വേഡാണ്. നിങ്ങളുടെ CUET PGയിലെ ഈ ഒരു ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പാസ്വേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് പാസ്വേഡ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അതിൽ ഏതൊക്കെ എങ്ങനെയാണ് റൂൾസ് പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക. ആൽഫബറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓപ്ഷൻ ഉണ്ടാവും. ഈവൻ ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഓപ്ഷൻസ് കാര്യങ്ങൾ ഇതാക്കുക. അത് സെലക്ട് ചെയ്തിട്ട് അതെന്താണ് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ സെക്യൂരിറ്റി ആൻസർ കൊടുക്കുക. പിന്നെ വരുന്നത് നിങ്ങളുടെ ക്യാപ്ച എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇതിന് പുറകിൽ കാണുന്ന പോലെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, മെയിൽ ഓർ ഫീമെയിൽ ജെൻഡർ ഏതാണ് അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അത് കൺഫേം ചെയ്യാൻ ശേഷം പിന്നെ നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ഈ പേജിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന മിസ്റ്റേക്സ് പിന്നീട് നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇമെയിൽ ID ആണെങ്കിലും മൊബൈൽ നമ്പർ ആണെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, പേരൻസിൻ്റെ വേറെ ആരെങ്കിലും. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ ഏതാണ് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങളിതിൽ കോഡ് അടിക്കുക. ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് കടക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരും, പ്ലീസ് റിവ്യൂ ദി ഫോളോവിംഗ് ഇൻഫർമേഷൻ കെയർഫുള്ളി. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻറ്റേർഡ് യു മേ ഡു സോ ബൈ പ്രസ്സിംഗ് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ബട്ടൺ ഓർ പ്രസ് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ ഐ അഗ്രി കൊടുക്കാൻ പോവാണ്. കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതിൽ നോക്കുക. ഇതിൽ നമ്മളുടെ പേരും അതിനെയും ആ കാര്യം കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുള്ള കാര്യങ്ങൾ അവരോട് ഇതാക്കുക, കൺഫേം ചെയ്യുക. അപ്പം ഞാനിതിൽ നോക്കാം, നിങ്ങൾക്കിതിൽ നോക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ കാണാൻ പറ്റും. നമ്മളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പേര്, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ,
അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഗ്രി കൊടുത്താൽ മതി. ശേഷം ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക, എഡിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും, ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OTP. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുക. 101 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശേഷം ഇത് നോക്കാം. നമ്മളപ്പോൾ അങ്ങനെ കൊടുത്തു, നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തു, ശേഷം OTP വന്നു, OTP കൊടുത്തു, സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കേണ്ട വെച്ചാൽ വെരിഫൈ ഇമെയിൽ ID. നമ്മുടെ ഇമെയിൽ ID ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊബൈൽ നമ്പർ ഓൾറെഡി നമ്മൾ വെരിഫൈ ചെയ്താണ്. അപ്പോൾ ഇനി ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കതിൽ ഇമെയിൽ ID വെരിഫൈ ചെയ്ത ഒരു മെയിൽ നമ്മൾ ഇമെയിൽ IDയിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം നമ്മൾ ക്യാപ്ച കോഡ് കൊടുക്കുക. ശേഷം നമുക്ക് അതിന് ശേഷം ആയിരിക്കും നമുക്ക് ഇത് വരാം, OTP വരാം, ഇമെയിൽ IDയിലേക്ക് OTP വരാം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ക്യാപ്ച കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP കൊടുക്കുമ്പോൾ നമുക്കതിൽ നെക്സ്റ്റ് ഇത് വരും, OTP വരും. നമ്മളെ ഇമെയിൽ IDയിലേക്ക് OTP വരുമ്പോൾ നമ്മളത് നോക്കിയിട്ട് ശേഷം OTP അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ OTP കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നോക്കുക, അത് നമ്മൾ വെരിഫൈ ചെയ്യുക. ശേഷം നമ്മളുടെ ഇമെയിൽ ID വെരിഫൈ ആവും. ഓക്കെ, സക്സസ് എന്ന് കാണിക്കും. യുവർ ഇമെയിൽ ID ഈസ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ശേഷം ഓക്കെ അടിക്കുക. പിന്നീട് നമ്മൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ ഇവിടെ യുവർ രജിസ്ട്രേഷൻ ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഈസ് കംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് കടക്കും. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ ആധാർ ID, എക്സാം സെൻറ്റർ, ടെസ്റ്റ് പേപ്പർ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അഡീഷണൽ ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ട് ഫോട്ടോഗ്രാഫ് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് കാര്യങ്ങൾ, പിന്നെ ഫൈനൽ സബ്മിറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളിലേക്ക് ഓരോന്നായിട്ട് പോവാം. നമുക്ക് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നോക്കാം, നമ്മളിതിൽ എൻ്റെ ഇപ്പോൾ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഫില്ലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതിൽ നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് ഏതാണ്, സ്റ്റേറ്റ് ഡൊമിസൈൽ അതാണ്. അതുപോലെ തന്നെ കാറ്റഗറി ഏതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ OBC കാറ്റഗറി, OBC NCL ആണെങ്കിൽ ആ കാറ്റഗറി, അതിൻ്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് ആണ് yes or no കൊടുക്കുക. ശേഷം പിന്നെ NCC കോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വാർഡ് ഓഫ് ഡിഫൻസ് കോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ് സർവീസ്മെൻ കോട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കശ്മീരി മൈഗ്രൻ്റ് ആണെങ്കിൽ yes or no കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾ ബിലോ പോവർട്ടി ലൈൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതുകൂടി കൊടുക്കുക. ശേഷം അതുപോലെ തന്നെ വാർഡ് ഓഫ് എംപ്ലോയി, നിങ്ങൾ ആർ യു എ വാർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ yes or no കൊടുക്കുക. അതുപോലെ തന്നെ ക്ലെയിം ഫോർ സ്പോർട്സ് കോട്ട, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് കോട്ട എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ yes or no എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക ഇതിൽ. പിന്നെ ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാന്നുള്ളതാണ്. പുറകിൽ കാണുന്ന പോലെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. പേര് കാര്യങ്ങൾ, അതുപോലെ തന്നെ നാഷണാലിറ്റി, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള OBC NCL ആണ്. അപ്പോൾ ആ NCL സർട്ടിഫിക്കറ്റിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. yes എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ലൈ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ശേഷം ഇഷ്യൂ ചെയ്ത ഡേറ്റ്, നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാര്യങ്ങൾ അതുകൂടി കൊടുക്കുക. അത് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഏതാണ്, തഹസിൽദാറാണോ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ഏതാണോ അതാണ് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതുപോലുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് OBC NCL ആണെങ്കിലും അഥവാ മറ്റുള്ള സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ സെൻട്രൽ പേർപ്പസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ആനുവൽ ഇൻകം കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിലോ പോവർട്ടി ലൈൻ കാര്യങ്ങളൊക്കെ നോക്കുക. ശേഷം നമ്മളുടെ ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. നിങ്ങൾ ഒന്നുകൂടി നോക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ശേഷം നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ yes കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ yes കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ no കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. പക്ഷെ നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്യുക. ശേഷം സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഇത് നേരത്തെ ചോദിച്ച പോലെ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ yes കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോകും.
അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഐഡന്റിറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആധാർ, അതുപോലെ തന്നെ ഡിജി ലോക്കർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, വോട്ടർ ID കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ഏതാണ് ഡോക്യുമെന്റ് കൊടുക്കാൻ താല്പര്യമുള്ളത് കൊടുക്കുക. അപ്പം ഞാൻ ആധാറാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഐ വളണ്ടിയർലി അഗ്രി ടു ഷെയർ മൈ ആധാർ നമ്പർ ആൻഡ് ഐ എം അവെയർ ദാറ്റ് ഐ വിൽ ബി യൂസ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡന്റിറ്റി അറ്റ് വേരിയസ് സ്റ്റേജസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. ശേഷം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പാൻ കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, അല്ലെങ്കിൽ ലൈസൻസ്, ബാക്കി മറ്റ് ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരിക, ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ, നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ആധാർ ID ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. ആധാർ ID എന്ന് പറഞ്ഞാൽ ABC ID എന്നും പറയും, അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഉണ്ടാവും, ചില ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ എസ് പറഞ്ഞ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അതിൻ്റെ നമ്പർ കാര്യങ്ങൾ ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇതിപ്പോൾ കാണുന്നത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാം സെൻറ്റർ, അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് ചൂസ് ചെയ്യുന്ന പേപ്പർ, അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ ജോബ് കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് പിന്നെ വരുന്നത്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് ഒരാൾക്ക് മാക്സിമം 4 പേപ്പർ വരെ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ CUT PGയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരാൾക്ക് 2 സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് 4 സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കാം. നമ്മളിതിൽ എന്താ പറയുക, സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കേരള കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ ചോദിക്കുമ്പോൾ, സിറ്റി ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ട സിറ്റി ഏതാണ് അത് നോക്കിയിട്ട് കൊടുക്കുക. ഞാൻ കാസർഗോഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ബാക്കി രണ്ടാമത്തെ സിറ്റി ഏതാണ്, തേർഡ് സിറ്റി ഏതാണ്, ഫോർത്ത് സിറ്റി ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് CUT PG അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നിങ്ങളുടെ ഫാദറിൻ്റെ ജോബ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഇതിൽ ഒരുപാട് ജോബുണ്ട്, ഗവൺമെൻറ് സർവീസ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിസിനസ്, ആർക്കിടെക്ചർ, അങ്ങനെ ഒരുപാട്. ഇതിലൊന്നും ഇല്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് കൊടുക്കാം. അതുപോലെ മദറിൻ്റെ ഒക്യുപ്പേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കൊടുത്തിട്ടില്ലാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഹൗസ് വൈഫ് എന്നുണ്ട്, അത് നിങ്ങൾക്ക് കൊടുക്കാം. അതറായിട്ട് അത് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ പിന്നെ വരുന്നത് നമ്മുടെ ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതിൽ ടെസ്റ്റ് പേപ്പറിൽ ഒരാൾക്ക് 4 പേപ്പർ വരെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ ഒരുപാട് പേപ്പറും അതുപോലെ തന്നെ സബ്ജക്റ്റ് ഏതൊക്കെയാണ് അതിൻ്റെ കോഡ് കാര്യങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഉദാഹരണം ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു 1, പിന്നെ ടെസ്റ്റ് പേപ്പർ 2 സെലക്ട് ചെയ്തു, പിന്നെ 3ാമത്തെ സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ 4ാമത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം മാത്രം ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 3 എണ്ണം വേണമെങ്കിൽ 3 ചൂസ് ചെയ്യാം. അപ് ടു 2 പേപ്പേഴ്സ്, 2 പേപ്പർ വരെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2ൽ കൂടുതൽ ഓരോ പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡീഷണലായി 600 or 700 വരും കാറ്റഗറി വൈസ് ആയിട്ട്. ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക ഈ പേപ്പർ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതുപോലെ പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഇതിൽ എൻ്റർ ക്യാപ്ച എന്നുള്ള ഇവിടെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുറകെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സാം സെൻറ്റർ കേരള, സിറ്റി കേരള, അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയൊക്കെയാണ് എനിക്ക് സെൻറ്റർ വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ജോബ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ 2 പേപ്പറാണ് ഇപ്പോൾ ചൂസ് ചെയ്തിട്ട് കാണിക്കുന്നുള്ളത്. ഞാൻ 2 പേപ്പറേ ചൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഓരോ പേപ്പറിനും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫീസ് കൊടുക്കണം. അപ് ടു 2 പേപ്പേഴ്സ്, 2 പേപ്പർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഫീസിലായിരിക്കും ഉണ്ടായിരിക്കുക. ജനറൽ കാറ്റഗറീസ് എനിക്കൊന്നും 1400 രൂപയും, OBC കാറ്റഗറീസ് 1200, ബാക്കിയുള്ള കാറ്റഗറീസ് 1100, 1000 രൂപ ആ ഒരു കണക്കിലാണ് ഉണ്ടാവുക. അഡീഷണൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഓരോ പേപ്പറിനും 700 രൂപ, 600 രൂപ ആ ഒരു കാറ്റഗറി വൈസിൽ അത് കുറവുണ്ടാവും. പിന്നെ ക്യാപ്ച കോഡ് അടിക്കുക, ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദി സെക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് എന്ന് കൊടുത്താൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ, നമ്മളിപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ അത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളിതിൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കണം, കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ നോട്ട് അപ്ലിക്കബിൾ, നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ക്യാപ്ച കോഡ് അടിക്കുകയാണ്, ഒന്നുകൂടെ അടിക്കുകയാണ്. ഇപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ ചോദിക്കും. അപ്പോൾ എസ് കൊടുക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ചോദിക്കുന്നത് 10th or equivalent ഡീറ്റെയിൽസ്, നമ്മൾ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, SLC ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കുക. നമ്മളുടെ പാസ് സ്റ്റാറ്റസ് നോക്കണം,
ഇപ്പോൾ പാസ്സാണെങ്കിൽ പാസ് എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ്. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും എഴുതുന്ന ആൾക്കാർ 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ആ പാസ്സായ ഡേറ്റ് ഇയർ കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ഏതാണ് നോക്കുക. അപ്പോൾ 10th ഓർ ഈക്വലൻ്റ് എന്ന് കാര്യങ്ങൾ ഉണ്ടാവും, 10th കൊടുക്കുക. അതുപോലെ തന്നെ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെയാണ് 10ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ, അങ്ങനെ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിലുണ്ടാവും, അത് കൊടുക്കുക. അതുപോലെ തന്നെ റിസൾട്ട് മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓർ CGPA ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക, CGPA ആണെന്നുണ്ടെങ്കിൽ CGPA കൊടുക്കുക. അപ്പോൾ CGPA പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കുറച്ച് നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിലെ റോൾ നമ്പർ, നിങ്ങളെ 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ കാര്യങ്ങൾ ഉണ്ടാവും, ആ കാര്യങ്ങൾ ആഡ് ചെയ്യുക അവിടെ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ആൻഡ് അഡ്രസ്സ്, നിങ്ങളുടെ ഏതാണ് സ്കൂൾ കാര്യങ്ങൾ, ആ സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിൻകോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ആ സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്ന പിൻകോഡ് ഏതാണ്, ആ പിൻകോഡ് അവിടെ ആഡ് ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് +2 ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ +2 ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പാസ്സാണെങ്കിൽ പാസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇയർ ഓഫ് അപ്പിയറിംഗ് ഓർ പാസ്, നിങ്ങൾ പാസ്സായ ആ വർഷം ഏതാണ് ആ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ക്വാളിഫയിങ് എക്സാം ഏതായിരുന്നു കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ബോർഡ് യൂണിവേഴ്സിറ്റി നെയിം, നിങ്ങളുടെ ഏതാണ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ, ഹൈസ്കൂൾ ഏതാണ് കാര്യങ്ങൾ അത് കൊടുക്കുക. അല്ലെങ്കിൽ CBSE ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ റിസൾട്ട് മോഡ് ചോദിക്കും. ഇപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, എനിക്കൊന്നും +2 പെർസെൻറ്റേജ് ആണ് കേരള ബോർഡിൽ കൊടുക്കാറുള്ളത്. പിന്നെ റോൾ നമ്പർ കാര്യങ്ങൾ, +2ൻ്റെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ അതിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന, നിങ്ങൾ സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്ന ആ പിൻകോഡ്. അത് കഴിഞ്ഞ ശേഷം നിങ്ങളെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അതിൽ നിങ്ങളുടെ പാസ് സ്റ്റാറ്റസ് ചോദിക്കും. നിങ്ങൾ പാസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് കൊടുക്കുക, അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. അപ്പിയറിംഗ് കൊടുത്താൽ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, നിങ്ങളെ CGPA കാര്യങ്ങളൊന്നും ചോദിക്കില്ല. അഥവാ നിങ്ങൾ പാസ്ഡ് ആണെന്ന് കൊടുത്താൽ നിങ്ങളുടെ CGPA, നിങ്ങൾക്ക് പാസ്സായി നിങ്ങൾ ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ CGPA കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഇയർ ഓഫ് പാസിംഗ്, നിങ്ങൾ ഈ വർഷം പാസ്സാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ 2026 കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായ വർഷം ഏതാണ് കൊടുക്കുക. പിന്നെ ക്വാളിഫയിങ് എക്സാം ഏതാണ്, നിങ്ങൾ ഏതാ കോഴ്സാണ് പാസ്സായത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് ബോർഡാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ കുറേ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ ഡിഗ്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു റോൾ നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ 3 ഇയറിലും യൂസ് ചെയ്യുന്ന റോൾ നമ്പർ ഉണ്ടാവും, ആ റോൾ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് മോഡ്, അത് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ ആ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പിൻകോഡ് കൂടി കൊടുക്കുക. ശേഷം ക്യാപ്ഷൻ അടിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കാം, ഇതിൽ എൻ്റെ 10th ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, പാസ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിംഗ്, 10th ഓർ ഈക്വലൻ്റ് ഏതാണ് ബോർഡ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് 10th ബോർഡ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ SLC വരുന്നത് 640 കേരള ബോർഡ് ഓഫ് ഹയർ പബ്ലിക് എക്സാമിനേഷനിൽ 640 മാർക്ക് വരിക. അതിൽ എനിക്ക് കിട്ടിയത് 512. അപ്പോൾ അതിൽ 80% ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റോൾ നമ്പർ, അതുപോലെ തന്നെ ഏതാ സ്കൂൾ, അതുപോലെ തന്നെ സ്കൂൾ പിൻകോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് പിൻകോഡ് കാര്യങ്ങളൊക്കെ, അതുപോലെ 12th ഡീറ്റെയിൽസ് കാര്യങ്ങൾ സെയിം അതുപോലെ തന്നെ കൊടുക്കുക, ടോട്ടൽ മാർക്ക് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2026 പാസ്സാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, നിങ്ങളുടെ CGPA കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾ 2025 പാസ് ഔട്ടായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ്, അതുപോലെ തന്നെ CGPA നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്, ടോട്ടൽ ആ സാധനങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിലും 2ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന കോഡ് ഏതാണ്, ശേഷം നിങ്ങൾക്ക് ക്യാപ്ച അടിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ CGPA അതുപോലെ തന്നെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് എന്താ പറയുക മാർക്ക് കാണിക്കില്ല, നമുക്ക് ഗ്രേഡ് പോയിന്റ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഇതിപ്പോൾ എൻ്റെ ഒരു മാർക്ക് കാർഡാണ്, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് മാർക്ക് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഓരോ ഗ്രേഡിനും എത്ര മാർക്ക് വൈസ് ആണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ A+ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് പോയിന്റ് 9 ആണ്. അതുപോലെ തന്നെ Aക്കാണെന്നുണ്ടെങ്കിൽ 8 ആണ്. അതുപോലെ തന്നെ B+ ആണെങ്കിൽ 7 ആണ് ഗ്രേഡ് പോയിന്റ്. Bക്കാണെന്നുണ്ടെങ്കിൽ 6 ആണ്. C+ആണെങ്കിൽ 5 ആണ്. Cക്കാണെങ്കിൽ 4 ആണ്. D+ ആണെങ്കിൽ 3 ആണ്. Dക്കാണെങ്കിൽ 2 ആണ്. E ആണെങ്കിൽ 1 ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ടൊരു ഒരാളെ ഇത് വെക്കാണ്, ഇത് SLC ഗ്രേഡ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 സബ്ജക്റ്റ് ഉണ്ട് ടോട്ടൽ, 1 2 3 4 5 6 7 8 9 10 10 സബ്ജക്റ്റുകൾ. അപ്പോൾ ആളെ സ്കോറാണ് ഇത് നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളെ സ്കോർ ഇതിലൊക്കെ
അത്യാവശ്യം എല്ലാത്തിലും A+ എടുത്തിട്ടുണ്ട്. ഉദാഹരണം സോഷ്യൽ സയൻസിൽ A എടുത്തിട്ടുണ്ട്, അപ്പോൾ 8 മാർക്കാണ്. IT B+ ആണ്, 7 മാർക്കാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാര്യങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ പെർസെൻറ്റേജ് ഈക്വൽ ടു ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് ടോട്ടലായിട്ട് 9999 പ്ലസ് ആക്കി ലാസ്റ്റ് 8+7+ ആക്കിയിട്ട് എത്രയാണ് കിട്ടുന്നത്? 87 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 96.6666 എന്നുള്ള ആ ഒരു പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ CGPA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങളുടെ CGPA എത്രയാണ് ഔട്ട് ഓഫ് 10 ഉണ്ടാവുക. അപ്പോൾ 10 സബ്ജക്റ്റുകൾ 999999 പ്ലസ് 8+7 ഡിവൈഡ് ബൈ 10 എന്ന് കൊടുക്കുമ്പോൾ 87 ഡിവൈഡ് ബൈ 10 ഇസ് ടു 8.7 ആയിരിക്കും നിങ്ങളുടെ ആ ഒരു CGPA വരാം. അപ്പോൾ ഇതാണ് നോക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ നോക്കാം. നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ ക്യാപ്ച അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നേരത്തെ ചോദിച്ച പോലെ ചോദിക്കും ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എസ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ആയിരിക്കും വരാം. അഡീഷണൽ ഡീറ്റെയിൽസ് ആർ യു CUTP ആർ യു ട്വിൻ ആൻഡ് ബോത്ത് ആർ അപ്ലൈങ് സിറ്റ്. അപ്പോൾ നിങ്ങൾ ട്വിൻ ആണ്, അപ്പോൾ നിങ്ങളുടെ ബോത്ത് രണ്ടാൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിൽ ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ട്വിൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നോ കൊടുക്കണം. കൊടുത്തതിന് ശേഷം വീണ്ടും ക്യാപ്ച അടിച്ചു കൊടുക്കുക. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ പിന്നെയും ചോദിക്കും ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ ചോദിക്കുമ്പോൾ എസ് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വരും പ്ലീസ് കണക്ട് ദി വെബ്കാം ഇഫ് വെബ്കാം ഈസ് ഓൾറെഡി കണക്റ്റഡ് ദെൻ ചെക്ക് ദി സിസ്റ്റം സെറ്റിംഗ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളുടെ ഫോട്ടോ ലൈവായിട്ട് നമ്മൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രാവശ്യം വന്നൊരു അപ്ഡേറ്റ് ആണ്. നമ്മൾ ലൈവായിട്ട് നമ്മളുടെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ റൂൾസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ വെബ്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ലാപ്ടോപ്പിലാണ് ഇതാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തതാക്കാം. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്യാമറൻ്റെ സംവിധാനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ കൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തതിന് ശേഷം ഫോൺ കൊണ്ട് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സൈറ്റിലേക്ക് പോകും. നമ്മൾ ഇതുപോലെ തന്നെ ഒരു സൈറ്റിലേക്ക് പോകും. അവിടെ നമുക്ക് പെർമിഷൻ ചോദിക്കും. നമ്മളുടെ ക്യാമറ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിക്കും. പെർമിഷൻ കൊടുത്തതിന് ശേഷം അവിടുന്ന് നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മളുടെ ഫോട്ടോ കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ പറയുന്ന ക്രൈറ്റീരിയ കവർ ചെയ്യുക വെച്ചാൽ 80% നമ്മളുടെ മുഖം കാണുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഫേസ് 80% വിസിബിൾ ആയിരിക്കണം. ചെവിയൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ മാസ്ക് ഉണ്ടാവാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ക്യാമറ ഫോണിലുള്ള ഗൂഗിൾ സ്കാനർ വെച്ച് ഈ ഒരു സ്കാനർ ഇങ്ങനെ ഒരു സ്കാനർ വരും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുത്തിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നെക്സ്റ്റ് ഇതിൽ ക്യാപ്ചർ ഫോട്ടോഗ്രാഫ് എന്നുള്ള സ്ഥലത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന് കൊടുക്കാം. നമുക്കത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ റീഫ്രഷ് ക്യാപ്ചർ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ഇങ്ങനെ വരും. ഞാനിപ്പോൾ എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോയാണ്. അത് സ്കാൻ ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോയാണിത്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുക. നിങ്ങൾ ഇത് ഫോൺ വെച്ച് സ്കാനറിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ ക്യാപ്ചർ ഫോട്ടോ നിങ്ങൾ പെർമിഷൻ കൊടുത്താൽ ക്യാപ്ചർ ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്യാപ്ചർ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കുക. ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങളതിൽ അപ്ലോഡ് എന്ന് കൊടുക്കുമ്പോൾ അത് അപ്ലോഡ് ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഇവിടെ വരും. അപ്പോൾ ഇതിൽ പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ വരുന്നത് നമ്മളുടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ. ഇത് നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ 80% ഫേസ് കാണുന്ന രീതിയിലായിരിക്കണം. അതിലും നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് മിനിമം സൈസ് എന്ന് പറയുന്നത് 10 KB ടു മാക്സിമം സൈസ് 200 KB ആണ്. അതുപോലെ തന്നെ സിഗ്നേച്ചർ 10 KB ടു 50 KB ഉള്ളിലുള്ള സിഗ്നേച്ചർ നമ്മൾ സൈന് കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ JPG അതുപോലെ തന്നെ JPEG ഫോർമാറ്റിലായിരിക്കണം ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫൈനൽ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. 10th സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ നമ്മളുടെ സിഗ്നേച്ചറും കൂടിയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നോക്കാം, നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നോക്കാം, എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ പറഞ്ഞിട്ടുള്ള സൈസിൽ JPG ഏത് ഫോർമാറ്റാണ് ആ ഫോർമാറ്റിൽ. അപ്പോൾ
അപ്ലോഡ് എന്നുള്ള സാധനത്തിൽ ഡൺ അടിക്കുക. പിന്നെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും ഇമേജ് ഓർ ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ അടിക്കുക. പിന്നെ നിങ്ങൾ ഇത് ഓൾറെഡി അപ്ലോഡഡ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എന്താ പറയുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അത് സൂം ചെയ്തിട്ട് റെഡിയാക്കുക. ശേഷം അപ്ലോഡ് ഒറിജിനൽ എന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ടാവും. ഇമേജ് ഓർ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾക്കിതിൽ നിങ്ങളുടെ ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം അതിൽ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് എന്താണ് അത് അടിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നോക്കുക, ക്യാപ്ച കോഡ് അടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ അതിവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നാലാണ് ഇത് അപ്ലോഡ് ആയെന്ന് വരാം. ഡോക്യുമെൻറ്റ് സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഡു യു വിഷ് ടു സബ്മിറ്റ് ഡോക്യുമെൻറ്റ് ഫോം ഫൈനലി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എസ് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. പ്ലീസ് റിവ്യൂ ദി ഫോളോവിങ് ഇൻഫോർമേഷൻ ബിഫോർ ഫൈനൽ സബ്മിറ്റ്. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫോർമേഷൻ പ്ലീസ് യൂസ് ദി ലിങ്ക് പ്രൊവൈഡഡ് ഓൺ ദി ലെഫ്റ്റ് മെനു ബാർ. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് മെനു ബാറിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കി നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് അതിനുള്ളത് നോക്കുക. നിങ്ങൾ കണ്ടോ ഇവിടെ മിസ്റ്റേക്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതാക്കാൻ പറ്റും, തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം, കറക്റ്റായി കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ഇരുന്ന് നോക്കി ചെക്ക് ചെയ്യുക ഏതെങ്കിലും പേപ്പേഴ്സിൽ ഇതൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഗ്രാജുവേഷൻ ഡീറ്റെയിൽസിൽ, അതുപോലെ തന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് കാര്യങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും, അതുപോലെ തന്നെ ഫോട്ടോ കറക്റ്റാണോ, സിഗ്നേച്ചർ കറക്റ്റാണോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ നിങ്ങൾ ലൈവ് ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ ഓക്കെ ആണോ എന്ന് നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെ പേര് കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് കൊടുക്കുക, ഫാദേഴ്സ് ഗാർഡിയൻസ് നെയിം കറക്റ്റ് ആണ് അത് കൊടുക്കുക, അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് കറക്റ്റ് ആണെങ്കിൽ അത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണ് അത് ടിക്ക് ചെയ്യുക. അങ്ങനെ ഓരോ കാറ്റഗറി കറക്റ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നോക്കുക, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതാക്കാം. നിങ്ങൾക്ക് 2 മീഡിയം ഓഫ് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ പറ്റുക. ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണ് എഴുതാൻ പറ്റുക. ഇംഗ്ലീഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം ടിക്ക് ചെയ്യുക. ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് കറക്റ്റാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ. ശേഷം ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഫിൽഡ് അപ്പ് ദിസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആഫ്റ്റർ കെയർഫുള്ളി റീഡിംഗ് ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് ഫുള്ളി അണ്ടർസ്റ്റാൻഡിംഗ് ദി പ്രൊവിഷൻസ് പ്രൊസീജിയേഴ്സ് മെൻഷൻ ദെയറിൻ. പിന്നെ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. NTA ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൾസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ അഗ്രി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദി ഡീറ്റെയിൽസ് എന്ന് ചോദിക്കും. അവിടെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ മുതലാണ് നമ്മൾ നെക്സ്റ്റ് 3rd സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഞാൻ 2 പേപ്പറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 2 പേപ്പർ വരെയാണ് CUT ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 1200 രൂപയാണ്. ഇപ്പോൾ 2ൽ കൂടുതൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാറ്റഗറി വൈസ് ഓരോ പേപ്പറിനും 600 അല്ലെങ്കിൽ 700 രൂപ വെച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 2 പേപ്പർ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ പേ എക്സാമിനേഷൻ ഫീ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. 1200 രൂപ അടക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ പേ എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റ് സെലക്ട് മോഡ് ഓഫ് പേയ്മെൻറ്റ് കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് കാണിക്കും, ഓക്കെ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മളുടെ പേര്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പേയ്മെൻറ്റ് എത്രയാണ് പൈസ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് തിരിച്ച് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ 3 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ICICI ബാങ്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. 3 ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് വഴിയുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ഇതിലേക്ക് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. നെറ്റ് ബാങ്ക് ഉണ്ട്, കാർഡ് ഉണ്ട്, UPI ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ UPI സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് എൻ്റെ UPI അഡ്രസ്സ് അടിച്ചു കൊടുക്കുകയാണ്, കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വെരിഫൈ പേ നൗ എന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പേ നൗ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേൻ്റെ അല്ലെങ്കിൽ ഏതാണ് പേടിഎം അതാണോ ഏതിൻ്റെ സ്കാനർ എടുത്തിട്ട് നമുക്കത് സ്കാൻ ചെയ്യാം.
നമ്മൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ ഓപ്ഷൻ കാണിക്കും. നമുക്കത് സ്കാൻ ചെയ്താൽ നമുക്ക് എത്രയാണ് പൈസ പേ ചെയ്യാനുള്ളത് കാണിക്കും. ഇപ്പോൾ എൻ്റെ ഇതിൽ 1200 റുപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പൈസ പേയ്മെൻറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയി. നമ്മുടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിട്ട് നമ്മളുടെ കൺഫർമേഷൻ പേജ് വരും. ആ പേജിലായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് CUTPG 2026 നമ്മൾ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആ ഒരു പേജിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജ് പ്രിൻ്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡിജിറ്റലായിട്ട് സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വെക്കുക. നിങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇത് ആവശ്യം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും പിന്നീടുള്ള സമയത്തും നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ പേജ് ഈ ഒരു പ്രോസസ്സ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുത്ത് വെക്കുക നിർബന്ധമായിട്ടും. എനിവേ ഇത്രയാണ് നമ്മളുടെ CUTPG അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CUTPG 2026 പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഒരു ചാനൽ ഫോളോ ചെയ്യുക. നമ്മളിതിൽ CUT റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്, കോഴ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറയുന്ന വീഡിയോസ് കാര്യങ്ങൾ നമ്മളിതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അറിയാനായി ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.